ഹലോ വെൽക്കം ബാക്ക്. ജെ.ഐ ഫിറ്റർ മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മുടെ 100 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനുമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ജെ.ഐ ഫിറ്റർ എക്സാമിന്റെ ആദ്യത്തെ എക്സാമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടോപ്പ് മാർക്ക് 86.66 ആയിരുന്നു. ദെൻ അഞ്ചാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 77.66 ആണ്. സോ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇനിയും ഇതുപോലെയുള്ള മികച്ച വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠനം തുടരുക. അപ്പം നല്ല ലെവൽ ഉള്ള എക്സാമുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജെ.ഐയുടെ ആ ഒരു ലെവലിലേക്കുള്ള എക്സാം തന്നെയാണ്. മാത്രമല്ല എല്ലാ എക്സാമുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫിറ്റർ ട്രേഡിലെ ഏതൊരു എക്സാമിനും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡ് എക്സാം എന്ന് പറയുന്ന ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം കൊടുക്കുക. ദെൻ നിങ്ങൾ സ്റ്റാർട്ട് ക്വിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു മോക്ക് ടെസ്റ്റിൽ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിലുള്ള ചോദ്യങ്ങൾ 20 ചോദ്യങ്ങളും അവയുടെ വിശദീകരണവും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എ വിക്ടിം ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഈസ് അൺകോൺഷ്യസ് ആൻഡ് നോട്ട് ബ്രീതിങ്. അതായത് ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അൺകോൺഷ്യസ് അഥവാ അദ്ദേഹം അബോധാവസ്ഥയിൽ തുടരുകയാണ്. ഇൻ കേസ് ദ വിക്ടിംസ് മൗത്ത് ക്ലോസ്ഡ് ടൈറ്റ്ലി, വിച്ച് മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസിസ്റ്റേഷൻ ഓർ റെസ്പിറേഷൻ ഈസ് മോർ സ്യൂട്ടബിൾ. അതായത് ഒരു വ്യക്തി, അതായത് ഒരാൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് അബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ മൗത്ത്, അദ്ദേഹത്തിന്റെ വായ നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അദ്ദേഹത്തിന് റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ നൽകണം. ഏത് ആർട്ടിഫിഷ്യൽ റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ ആണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുകയാണ്. ഷാഫേഴ്സ് മെത്തേഡ്സ് ഓർ ഹോൾഗർ നീൽസൺ മെത്തേഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് ഏതെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിമിയുടെ ടെക്സ്റ്റിൽ നിന്ന് അല്ലാതെ ഏതെങ്കിലും ചോദ്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ നിമി നാഷണൽ ഇൻസ്ട്രക്ഷൻ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെക്സ്റ്റും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കും അസൈൻമെന്റ് ടെസ്റ്റും അതുപോലെ തന്നെ ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെയും അതുപോലെ തന്നെ YCTന്റെയും അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള സെമസ്റ്റർ രീതിയിൽ നടത്തിയിട്ടുള്ള എക്സാംസിന്റെയും ക്വസ്റ്റ്യന് ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഫിറ്റർ എക്സാമിൽ നിന്ന് തന്നെ ഉള്ളതാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എല്ലാം ഫിറ്റർ എക്സാംസിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. എ വിക്ടിം ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഈസ് അൺകോൺഷ്യസ് ആൻഡ് നോട്ട് ബ്രീതിങ് ഇൻ കേസ് ദ വിക്ടിംസ് മൗത്ത് ഈസ് ക്ലോസ്ഡ് ടൈറ്റ്ലി. ദെൻ Scarface method or Holger-Nielsen method of artificial respiration is more suitable. ഒരു വ്യക്തി എന്ത് ചെയ്തിരിക്കുന്നു, ഇലക്ട്രിക് ഷോക്ക് ഏറ്റുകൊണ്ട് അബോധാവസ്ഥയിൽ കടക്കുകയും അദ്ദേഹത്തിന്റെ വായ നന്നായിട്ട് ക്ലോസ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസിസ്റ്റേഷൻ നൽകാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? സ്കാഫേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ഹോൾഗർ നീൽസൺ മെത്തേഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാലോ. ഇഫ് യുവർ ക്ലോത്ത് ക്യാച്ച് ഫയർ ഓൺ ദ വർക്ക് സ്പോട്ട്, വാട്ട് വിൽ യു ഡു ഫസ്റ്റ്? അതായത് നിങ്ങൾ വർക്ക് സ്പോട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലോത്ത്, നിങ്ങളുടെ വസ്ത്രത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തീ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റൺ അവേ ഫ്രം ദ സ്പോട്ട്. ആ സ്പോട്ടിൽ നിന്നും ഓടുകയാണോ? റോൾ ഓവർ ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ കിടന്ന് ഉരുളുകയാണോ ചെയ്യുക? അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. റോൾ ഓവർ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ കിടന്ന് എന്ത് ചെയ്യണം? ഉരുളണം. അതാണ് വേണ്ടിയത്. ഇഫ് യുവർ ക്ലോത്ത് ക്യാച്ച് ഫയർ ഓൺ ദ വർക്ക് സ്പോട്ടിൽ വെച്ചിട്ട് നിങ്ങളുടെ ക്ലോത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തീ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ റോൾ ഓവർ ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുക, റോൾ ചെയ്യാനായിട്ട് തുടങ്ങുക, ഉരുളാനായിട്ട് തുടങ്ങുക. ഇഫ് എ വർക്കർ ഹാസ് സഫേർഡ് ഫ്രം ഇലക്ട്രിക് ഷോക്ക്. ഇനി ഒരു വർക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് ഷോക്ക് മൂലം സഫേർഡ് ആവുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ, ബുദ്ധിമുട്ടുന്നതായിട്ടൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഐ ഷുഡ് കെപ്റ്റ് വാം ആൻഡ് കവേർഡ്. ഓക്കെ, അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അത് മറ്റൊരു ഭാഗത്തു നിന്നുള്ള പോയിന്റ്സ് ആണ്, അതിവിടെ എന്ത് ചെയ്തിട്ടുള്ള ആഡ് ചെയ്ത് വന്നെന്നുള്ളത്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെറ്റീരിയൽ യൂസ്ഡ് പ്രൈമറി ട്രീറ്റ്മെന്റ് ഈസ് ഓർ ആർ. അതായത് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഓക്കെ, ഇവിടെ ഈ പറയുന്നതിൽ ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. മെറ്റീരിയൽ യൂസ്ഡ് പ്രൈമറി ട്രീറ്റ്മെന്റ്സ് ആർ. ഓക്കെ,
കഷായം ഉൾപ്പെടെയുള്ള, ഡെറ്റോൾ ഉൾപ്പെടെയുള്ള, ബർണോൾ ഉൾപ്പെടെയുള്ള, പെയിൻ കില്ലേഴ്സ് ഉൾപ്പെടെ, ബാൻഡേജ് ഉൾപ്പെടെ, കോട്ടൺ സേഫ്റ്റി പിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിനകത്ത് വരുന്നുണ്ട്? സോ ആ ഒരു പ്രൈമറി ട്രീറ്റ്മെന്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. നാലാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നോക്കാം. യൂസ്ഡ് ഫോർ സേഫ്റ്റി ഓഫ് ബോഡി. എനിക്കറിയാം നിങ്ങൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത്, സോ ഓപ്ഷൻ എ ബി സിയിൽ ഒരു ഓർഡർ മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്രോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആൻസർ കീയിൽ മിസ്റ്റേക്ക് ആയിട്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CRPF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ ഓപ്ഷൻ ആയിട്ട് അതിന്റെ ആൻസർ കീയിലായിട്ട് വന്നിട്ടുള്ളത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ബിക്കോസ് സേഫ്റ്റി ഓഫ് ദ ബോഡി എന്നുള്ളതാണ്. ഓക്കെ, ബോഡി എന്നുള്ളതാണ് മേ ബി ഈ ഒരു ശരീരം, അതായത് കവറാൾസ് മുഴുവനായിട്ട് കവർ ആകുന്ന ഒരു ഇതാണ് ആപ്രോൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിമിയിൽ സ്പെസിഫൈഡ്. അതായത് ആപ്രോൺ എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ബോഡി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയുന്നത് ആപ്രോൺ ആണ്. അതുകൊണ്ട് എല്ലാവരും ആപ്രോൺ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഗ്ലൗസ് ഇത് ഉൾപ്പെടെ ഓൾ ഓഫ് ദി എബോവും എന്തായിട്ട് വരും? ശരിയായിട്ട് വരും. ദെൻ ഇങ്ങനെ ഒരു ചോദ്യം ഒരു പക്ഷേ PSCയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിമി ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് ആൾ ഓഫ് ദി അബോവ് ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാനായിട്ട് പറ്റിയിരിക്കും. ഓക്കെ, അതങ്ങനെ പോട്ടെ. ദെൻ വാട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഈസ് റെക്കമെൻഡ് ഇൻ കേസ് ആ ഒരു ക്വസ്റ്റ്യൻസ് ഫുൾ ആവാത്ത പോലെയുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് ചോദ്യം ഇതാണ്, ഇപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ആക്ഷൻ ആണ്. അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ മേക്ക് ദ പേഷ്യന്റ് ലൈ ഡൗൺ ആൻഡ് റെസ്റ്റ്. ആ ഒരു പേഷ്യന്റിന് എന്താണ് റെസ്റ്റ് കൊടുക്കുക, അദ്ദേഹത്തിന് ഒരു വിശ്രമം കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചേർഡ് പാർട്ട് ഒരു ലെവലിന് മുകളിലേക്ക് ഉയർത്തുക, ആ ഒരു പ്രഷറിന്റെ മുകളിലേക്ക് ഒരു മുറിവിന്റെ വൂണ്ടിന്റെ മുകളിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുക. സോ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ടൈപ്പ് ഓഫ് എ പഞ്ച്? ഡോട്ട് പഞ്ച് എന്ന് പറയുന്ന ഒരു പഞ്ചാണ്. എന്താണ് 60 ഡിഗ്രി ആണ് ആംഗിൾ എന്ന് പറയുന്നത്. വിറ്റ്നസ് മാർക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു വർക്ക് പീസസ് മാർക്കിങ് ചെയ്യുന്ന സമയത്ത് ആ മാർക്കിങ് മാഞ്ഞു പോകാതെ അല്ലെങ്കിൽ അതിനെ അടയാളം ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ പഞ്ച് നിങ്ങൾക്കറിയാം, ഡ്രിൽ ബിറ്റ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്യുന്ന ഒരു 90 ഡിഗ്രി പഞ്ചാണ്. പ്രിക് പഞ്ച് 30 ഡിഗ്രി ഉള്ള ഒരു ഈ ഡിവൈഡർ പോയിന്റ് ഒക്കെ കോൺസെൻട്രേറ്റ് ഉള്ള ഒരു പഞ്ചാണ്. സോ ദെൻ പോർട്ട് പഞ്ച് എന്നുള്ളതാണ് ആൻസർ. വിച്ച് സ്ക്രാപ്പർ ഇസ് ആൾസോ കാൾഡ് ബിയറിംഗ് സ്ക്രാപ്പർ? ട്രയാങ്കുലർ സ്ക്രാപ്പർ ആണ്. ഓക്കെ. സോ ഇനി ഐഡന്റിഫൈ ദ മാർക്കിംഗ് ടൂൾ ദാറ്റ് യൂസ് ഡ്രോ ദ ലൈൻസ് ഓൺ ഷീറ്റ് സർഫസ് ആസ് ഷോ ഇൻ ദ ഫിഗർ. ആ ഒരു ഫിഗറിനകത്ത് മെറ്റീരിയലും അതുപോലെ തന്നെ ഒരു ട്രൈ സ്കോറും കാണാം. എന്താ മെറ്റീരിയൽ കൊണ്ടാണ് ആ ഒരു മാർക്കിംഗ് ടൂൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതെന്ന് പറയുന്നത് എന്താണ്? കയ്യിൽ ഉപയോഗിച്ച് പിടിച്ചിട്ടുള്ളത് ഏതാണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്രൈബർ ആണ്. ഓക്കെ, സ്ക്രൈബർ ആണ്. അതുപോലെ തന്നെ ഇത് ബെൻഡ് സ്ക്രൈബർ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 12 ഡിഗ്രി ടു 15 ഡിഗ്രി ആണ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, സ്ക്രൈബർ ആണ്. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഫോർ മൂവിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഓഫ് എ സ്ക്രൈബർ ഇൻ എ ഫിക്സഡ് സർഫസ് ഗേജ്? ഒരു ഫിക്സഡ് സർഫസ് ഗേജിൽ സ്ക്രൈബറിനെ മുകളിലേക്കും താഴേക്കും ഒക്കെ മൂവ് ചെയ്യിക്കുന്ന ആ ഒരു ഇതിനെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? നട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ മാച്ച് ദ ഫോളോവിങ് പഞ്ചസ് വിത്ത് ദെയർ യൂസേജ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളിൽ ചോദിക്കാറുള്ള ഒരു പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. സെൻട്രൽ പഞ്ച്, ഡോട്ട് പഞ്ച്, പ്രിക് പഞ്ച്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെൻട്രൽ പഞ്ച് നോക്കുമ്പോൾ എന്താണ്? സെൻട്രൽ പഞ്ച് ടു മാർക്ക് എക്സ്ട്രാ ത്രിക് മാർക്ക് ഫോർ ഗിവിംഗ് ബെറ്റർ പൊസിഷൻ ടു ഡ്രിൽ പോയിന്റ്. ഇവിടേക്ക് ഇതിനെ വെക്കാം. ഡ്രില്ല് എന്ന് കണ്ടാൽ സെൻട്രൽ പഞ്ചിലേക്ക് വെക്കാം. ദെൻ ഡോട്ട് പഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പഞ്ചിങ് ഒബ്സർവ്ഡ് പോയിന്റ് ആണോ? ദെൻ മാർക്കിംഗ് ലൈറ്റ് ലൈൻസ് ഫോർ ഗിവിംഗ് റൈറ്റ് പൊസിഷൻ ദ ഡിവൈഡർ ലെഗ്. ഡിവൈഡർ ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിരുന്നു പറഞ്ഞ? പ്രിക് പഞ്ച് ആണല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോട്ട് പഞ്ച് ചെയ്ത് എങ്ങനെ വരും? 1 ഡി വന്നു, 2 എ വന്നു, 3 സി വന്നു. സോ ഡി എ സി. 1 ഡി 1 സി വന്നു, 2 എ വന്നു, 3 ബി വന്നു അല്ലേ. ഓക്കെ, 1 സി വന്നു, 2 എ വന്നു, 3 ബി വന്നു. ഓക്കെ ആണ്. ദെൻ അടുത്തത്
ആംസ് ഓഫ് സോളിഡ് ആംഗിൾ പ്ലേറ്റ് ആർ മെയ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അതൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെൻ പ്രഷ്യൻ ബ്ലൂ മിക്സ്ഡ് വിത്ത് ഡാഷ് ഇൻ ഫോം ഓഫ് കുക്ക് ഡ്രൈ സ്റ്റെയിൻ വിച്ച് ഈസ് നൗൺ ആസ് മാർക്കിംഗ് ബ്ലൂ ഓർ ലേ ഔട്ട് ഡൈ. അപ്പം പ്രഷ്യൻ ബ്ലൂ മിക്സ്ഡ് വിത്ത് മിഥിലേറ്റഡ് സ്പിരിറ്റ് ഗ്രീസ് ഓയിൽ പ്ലാസ്റ്റിക്, ഏതാണ് മിഥിലേറ്റഡ് സ്പിരിറ്റ് എന്നുള്ളതാണല്ലേ പ്രഷ്യൻ ബ്ലൂ. അപ്പം അതൊക്കെ എന്താണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. വെൻ പ്രഷ്യൻ ബ്ലൂ മിക്സ്ഡ് വിത്ത് മിഥിലേറ്റഡ് സ്പിരിറ്റ് ഇൻ ഫോം എക്സ് ക്വിക്ക് ഡ്രൈയിങ്, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ക്വിക്ക് ഡ്രൈയിങ് സ്ട്രെയിൻ വിച്ച് ഈസ് നൗൺ ആസ് മാർക്കിംഗ് ബ്ലൂ ഓർ ലേഔട്ട്. പ്രഷ്യൻ ബ്ലൂ ഇസ് യൂസ്ഡ് ഓൺ മെഷീൻ ഫിനിഷ്ഡ് സർഫസ്, ഇറ്റ്സ് ഗിവ് വെരി ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ലെൻസ്. ഇതും ചോദിക്കാറുള്ള ചോദ്യമാണ്. നിമിയിലുള്ള അതേ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ബട്ട് ടേക്ക് മോർ ടൈം ഫോർ ഡ്രൈയിങ് ദാൻ അതർ മാർക്കിംഗ് മീഡിയ. സോ 3 രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ഒന്നിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഇതിന്റെ മിക്സിംഗ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെരി ക്ലിയർ ആൻഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള ആക്യുറേറ്റ് ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് പറയാ, ഉണങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം, ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കേണ്ട ഒരു മാർക്കിംഗ് മീഡിയ ഏതാണെന്നുള്ള രീതിയിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്തത്, സോ ഫോർ എ വെർണിയർ കാലിപ്പർ ദ മെയിൻ സ്കെയിൽ റീഡിംഗ് ഇസ് 20 millimeter. ഓക്കെ, ഒരു വെർണിയർ കാലിപ്പറിന്റെ കാര്യമാണ് പറയുന്നത്, ഒന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യുക, മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയാണ്, 20 millimeter. ദെൻ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 millimeter. Okay, the total reading when Vernier division matched with the main scale 26th division, 26ാമത്തെ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ, അതിന്റെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എങ്ങനെ കാണാനായിട്ട് പറ്റും, അപ്പൊ അതിന്റെ മെയിൻ സ്കെയിൽ റീഡിങ് 20 ആണല്ലോ, ആ 20, സോ എല്ലാത്തിലും 20 ആണ്. അപ്പൊ 26.4 എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം. ദെൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഈ പറയുന്ന ടോട്ടൽ റീഡിംഗ് വെർണിയർ ഡിവിഷൻ എന്ന് പറയുന്ന മെയിൻ സ്കെയിൽ 26th ഡിവിഷനിലേക്ക് കോയിൻസൈഡ് ചെയ്തു എന്ന് പറയുന്നു. ഈ 26 ഗുണം 2, 0.02 ആണ് ലിസ്റ്റ് കൊണ്ട് വരുന്നുണ്ട്. 26 ഗുണം 2 ചെയ്താൽ മതി. 26 ഗുണം 2 എത്രയാ വരുന്നത്, 26 ഗുണം 2 എത്രയാ വരുന്നത്, 20, 50, 52 വരും അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20.52 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, 20 മെയിൻ സ്കെയിൽ ഡിവിഷന്, ദെൻ 52, ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് 0.02 millimeter ആണ് ലീസ്റ്റ് കൊണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കോയിൻസൈഡ് ചെയ്യുന്ന അതുമായിട്ട് അങ്ങ് ഗുണിച്ചാൽ മതി, 2 വെച്ച് ഗുണിച്ചാൽ മതി. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 20 millimeter ആണ്, വെർണിയർ സ്കെയിൽ 0.02 ആണ്. അപ്പോൾ വെർണിയർ സ്കെയിൽ ഡിവിഷൻ 26 millimeter. ടോട്ടൽ റീഡിംഗ് മെയിൻ സ്കെയിൽ ഡിവിഷൻ പ്ലസ് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു വെർണിയർ സ്കെയിൽ ഡിവിഷൻ. ഈ ഒരു രീതിയിലേക്കൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്ത് വരേണ്ടത്. ഞാൻ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ലേയിങ് ഔട്ട് ലാർജ് സർക്കിൾ, വലിയ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി, വലിയ വൃത്തം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ട്രാമൽ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രാമൽ ഈസ് യൂസ്ഡ് ലേഔട്ട് വർക്ക് ടു സ്ക്രൈബ് സർക്കിൾസ് ആൻഡ് ആർക്സ് ദാറ്റ് ആർ ടു ലാർജ് ബിറ്റ് be drawn with the divider or compass. It can also be used to bisect lines and angles. അടുത്തത്, the tool used to indicate or mark the length of pipe to be cut is, അതായത് ഒരു പൈപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടൂൾ യൂസ് ചെയ്യുകയാണ്, അവിടെ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്, ഹാമർ എന്തായാലും വരത്തില്ല, സ്ക്രൂസും നൈൽസും ആണികളും എന്തായാലും വരില്ല. അപ്പൊ എന്ത് വരും, സ്ക്രൈബർ തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, സിമ്പിൾ ആൻസർ ആണ് സ്ക്രൈബർ. ഇറ്റ് ഈസ് എ മാർക്കിംഗ് ടൂൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ലെങ്ത് ഓഫ് പൈപ്പ് ടു ബി കട്ട്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വിച്ച് ഇസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് പോയിന്റ് ആംഗിൾ 12 to 50 ഡിഗ്രി, 12 to 15 ഡിഗ്രി. അടുത്തത്, the head of up of wood or rubber hammer is generally made mallet ആണ്. Mallet is used a light strike on metal of bending and winding. It is made up of hardwood or hard rubber. Okay, വുഡ് കൊണ്ട്, തടി കൊണ്ട് അല്ലെങ്കിൽ റബ്ബർ കൊണ്ടൊക്കെ മാലറ്റ് നമ്മൾ നിർമ്മിക്കും. ഇനി അടുത്തത്, എൻഡോ സ്പാനർ സെറ്റ് മേക്ക് ആംഗിൾ ഓഫ് ആക്സിസ്
15 ഡിഗ്രിയാണ്. അതങ്ങ് കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ എക്സാമിൽ കയറി ചോദിച്ചേക്കാം. സ്പാനർ ഇറ്റ് ഈസ് ടൂൾ യൂസ്ഡ് ടു പ്രൊവൈഡ് ഗ്രിപ്പ് ആൻഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അപ്ലൈയിങ് ടോർക്ക് ടു ടേൺ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് തിരിക്കാൻ വേണ്ടി, ഒരു വസ്തു തിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോർക്ക്, ഒരു പ്രഷർ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുവാനും ഒരു ഗ്രിപ്പ് നൽകാനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്പാനർ എന്ന് പറയുന്നത്. സ്പാനർ സെറ്റ് മേക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി എന്ന് ഓർത്ത് കൊടുക്കുക. ഈ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്റ്റീർ റൂള് 1/8, 1/16, 1/24, 1/64 ആണ് അല്ലേ, ആൻഡ് 0.5 മില്ലിമീറ്റർ. അപ്പോൾ ഏതെങ്കിലും ഒന്നാ വരിക. ഇവിടെ എന്താണ്, അത് രണ്ടുമില്ല. ഇപ്പോൾ സ്റ്റീർ റൂൾ ഈസ് മെഷർ ഡിസ്റ്റൻസ് ഓർ ടു റോൾ സ്ട്രൈറ്റ് ലൈൻസ് ഇറ്റ് സൈഡ്സ് ആർ റൈറ്റ് ആംഗിൾസ് ആൻഡ് പാരലൽ ടു ഈച്ച് അതർ. ലീസ്റ്റ് കൗണ്ട് 0.5 millimeter or 1/64 inch. A triscore is used to set workpiece at right angles on machines, surface, work holding devices, stocks. വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ട്രേഡ്സ്മാൻ്റെ, ഈ കഴിഞ്ഞ ട്രേഡ്സ്മാൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് ALPയിൽ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ. Then triscore user set workpiece at right angles on work holding device such as vices. Triscore is made of hardened steel. It is also called engineer score. It has main parts, blade, and stock are set 90 degree at an angle. അതായത് ട്രൈസ്ക്വയർ എന്ന് പറയുന്നത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, വൈസസ് പോലുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിലൊക്കെ വർക്ക് പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിർമ്മിച്ചിരിക്കുന്ന ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ്. ഇതിനെ എഞ്ചിനീയറിംഗ് സ്കോർ എന്ന് പറയുന്നുണ്ട്. ബ്ലേഡും സ്റ്റോക്കും ആണ് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിൻ്റെ ബ്ലേഡ് ആ സ്റ്റോക്കിൽ നിന്നും കൃത്യമായിട്ട്, ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൃത്യമായിട്ട് ഒരു 90 ഡിഗ്രിയിൽ ആ ബ്ലേഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the caliper useful for scribing lines parallel to the edge of the work and of the finding the center of cylindrical work is. അതായത് ഒരു കാലിപ്പറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു എഡ്ജിൽ വെച്ചിട്ട് പാരലായിട്ട് ലൈൻസ് വരയ്ക്കും. ഓക്കെ, സമാന്തരമായിട്ട് ലൈൻസ് വരയ്ക്കും. ആൻഡ് അതുപോലെ തന്നെ ഒരു സിലിണ്ടറിക്കൽ വർക്കിൻ്റെയൊക്കെ സെൻറ്റർ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടും ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് കാലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്സൈഡ് മെഷറിംഗ് ഒക്കെയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇൻസൈഡ് കാലിപ്പറും അല്ല, ഹെർമോഫ്രോഡേറ്റ് കാലിപ്പർ, ഓൾഡ് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ, ജെന്നി കാലിപ്പർ എന്നൊക്കെ പറയല്ലേ. ഹെർമോഫ്രോഡേറ്റ് കാലിപ്പർ ആണ് അതിന്റെ ആൻസർ. A hermaphrodite caliper is tool used to lay out lines that are parallel with the edges of the workpiece. വർക്ക്പീസിന്റെ എഡ്ജസിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട് പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെർമോഫ്രോഡേറ്റ് കാലിപ്പർ. സോ അതുപോലെ തന്നെ വർക്ക് പീസുകളുടെ സിലിണ്ടറിക്കൽ ഷേപ്ഡ് വർക്ക് പീസിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഹിൽ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ടൈപ്പ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാനുള്ളതാണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജെന്നി കാലിപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടൊരു ചോദ്യം വരാറുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഇനിയുള്ള ചോദ്യം വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത 20 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എക്സാം ഇതുവരെയും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ 3 എക്സാംസ് ആണ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദെൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. സോ താങ്ക് യു.